സാർ നമസ്കാരം. നമസ്കാരം. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയൻ CPM കാരനായ ഒരു മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രീതിയിലല്ലാതെ, അല്ലെങ്കിൽ CPM നേതാവിൻ്റെ മകൾ എന്ന രീതിയിലല്ലാതെ CPMുമായി വീണ വിജയന് മറ്റ് യാതൊരു ബന്ധങ്ങളുമില്ല. വീണ വിജയന്റെ ഭർത്താവ് ഒരു CPM നേതാവ് തന്നെയാണ്. അദ്ദേഹം മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം CPMന്റെ MLA കൂടിയാണ്, നേതാവായിരുന്നു. എന്നിങ്ങനെയുള്ള ബന്ധങ്ങളല്ലാതെ വീണ വിജയന് CPMൽ മെമ്പർഷിപ്പില്ല. വീണ വിജയൻ CPMനെ പ്രതിനിധീകരിച്ച് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിരുന്നില്ല. വീണ വിജയനെതിരെ CMRL എന്ന കമ്പനിയിൽ നിന്നും വലിയൊരു ആരോപണം ഉണ്ടായിരുന്നു. അതായത് CMRL ആദായ നികുതി വകുപ്പിന് സമർപ്പിച്ച ഒരു ഉത്തരവിൽ, അവിടുത്തെ ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലാണ് CMRLും വീണ വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിയുടെ മകൾ തൻ്റെ കമ്പനിയായ എക്സാലോജിക്കിലേക്ക് 1,72,00,000 രൂപ വാങ്ങി എന്നൊരു കേസിൽ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ ഒരു സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അതായത് അച്ഛൻ മുഖ്യമന്ത്രി ആയതിൻ്റെ പേരിൽ മകൾ പല കമ്പനികളിൽ നിന്നും, CMRL അടക്കമുള്ള പല കമ്പനികളിൽ നിന്നും കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങി എന്നുള്ളതാണ്. അതിന് മാസപ്പടി എന്നുള്ളൊരു ഓമന പേരിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. കോഴ, അതായത് അഴിമതി പണം, ഇതാണ് വാങ്ങിയത്. അത് ഒരു കമ്പനിയിൽ നിന്നല്ല, ഏതാണ്ട് 11ഓളം കമ്പനിയിൽ നിന്നാണ് വാങ്ങിയത്. ഷെൽ കമ്പനിയായി വീണ വിജയൻ രൂപം കൊടുത്ത എക്സാലോജിക്കില് അവർ പറയുന്നത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണ് അവരുടെ കർമ്മ പരിപാടി എന്നാണ് കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് അവരുടെ സേവനം എന്ന് കാണിച്ചിരിക്കുന്നു. കരിമണൽ ഖനന കമ്പനിയായ CMRLന് എന്ത് തരത്തിലുള്ള വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള സോഫ്റ്റ്വെയർ ആണ് അവരുടെ ആവശ്യം എന്നുള്ളത് ചോദ്യം തന്നെയാണ്. അതിനിപ്പോഴും എന്ത് സേവനമാണ് നിങ്ങൾ CMRLൽ നിന്ന് വാങ്ങിയ പണത്തിന് നൽകിയത് എന്നുള്ളതിന് ഒരു കാരണവശാലും വീണ വിജയന്റെ ഇല്ലാത്ത കമ്പനിയുടെ, അല്ലാതെ കടലാസ് കമ്പനിയുടെ വക്താക്കളാരും തന്നെ ഒരു നിർവചനവും നൽകിയിട്ടില്ല. ഈ സന്ദർഭത്തിലാണ് 2 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ നീങ്ങി ED ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയന്റെ വീട് റെയ്ഡ് ചെയ്യുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ വസതി തന്നെ, ഇപ്പോൾ ബേക്കറി ജംഗ്ഷനിലുള്ള വസതിയിലാണ് വീണ അച്ഛൻ്റെ ഒപ്പം താമസിക്കുന്നത്. അതുകൊണ്ട് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്തു എന്നുള്ളൊരു രീതിയിലാണ് കാര്യങ്ങൾ മാറിയത്. എന്നാൽ പിണറായി വിജയനെ ED ഒരു തരത്തിലും ചോദ്യം ചെയ്തിട്ടില്ല എന്ന് ഈ റെയ്ഡിന് ശേഷം പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറയുകയുണ്ടായി. എന്നാൽ ED റെയ്ഡ് നടക്കുന്ന സമയം ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയന്റെ വീടിന് മുമ്പിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനടക്കം CPMന്റെ മുൻ മന്ത്രിമാരായിരുന്ന ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും അടക്കമുള്ള നീണ്ട നിര, രാജ്യസഭാംഗമായ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ആളുകളുടെ, നേതാക്കന്മാരുടെ, അണികളുടെ, പ്രവർത്തകരുടെ ഒരു വലിയ നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലൂടെയാണ് അവർ EDക്ക് ഒരു പ്രതിരോധം തീർത്തത്. ഇവിടെയാണ് എൻ്റെ ഒരു ചോദ്യം. CPM കാരിയല്ലാത്ത, CPMൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത, CPMന്റെ പഞ്ചായത്ത് മെമ്പർ പോലുമല്ലാത്ത വീണ വിജയൻ എന്ന വ്യക്തിയുടെ ഒരു കമ്പനി, എക്സാലോജിക് എന്ന കമ്പനി CMRL എന്ന കമ്പനിയിൽ നിന്നും പണം വാങ്ങി എന്നാണ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത്. 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാട്, അതിനവർ GST അടച്ചിട്ടുണ്ട്. അതിന് എൻ്റെ മകളായി പോയി എന്നുള്ളതിൻ്റെ പേരിൽ എന്തിനാണ് അവരെ ഇതിലേക്ക് വലിച്ചഴിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ എന്ന് ചോദിച്ചത്. അങ്ങനെയെങ്കിൽ 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ CPM കാരിയല്ലാത്ത വീണയ്ക്ക് വേണ്ടി എന്തിനാണ് CPM പ്രവർത്തകർ, പഴയ മന്ത്രിമാരും CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ തെരുവിൽ യുദ്ധം ചെയ്തത്, ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? CPMനെ തകർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ഞങ്ങൾ പൊളിക്കും എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. സമാനമായ രീതിയിൽ ഡൽഹിയിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിൽ ഒരു പ്രകടനം നടന്നു. അവിടെ MA ബേബി അടക്കമുള്ള ആളുകളെ പോലീസ് തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നത് നമ്മൾ കാണുകയും ചെയ്തു. CPM കാരിയല്ലാത്ത ഒരാൾക്ക് വേണ്ടി എന്തിനാണ്, CPMനെ തകർക്കാൻ വേണ്ടിയാണ് ED റെയ്ഡ് നടന്നു എന്ന് പറഞ്ഞൊരു തെറ്റിദ്ധാരണയുണ്ടാക്കി ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് വരെ ഒരു പ്രതിരോധം സൃഷ്ടിച്ച CPM എന്താണ് അക്ഷരാർത്ഥത്തിൽ അവിടെ കാണിച്ചത്? എന്തായിരുന്നു CPMന്റെ ഉദ്ദേശം? എന്താണ് ഈ കാര്യത്തിൽ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ രാജ്മോഹൻ സാറിൻ്റെ അഭിപ്രായം? പ്രദീപിനെ കുറിച്ച് ഞാൻ വിചാരിച്ചിരുന്നത്, നേതാക്കളെ, അവരുടെ പ്രവൃത്തികളെ വിലയിരുത്തുവാൻ സാമർഥ്യം കാണിക്കുന്ന ഒരാളാണ് പ്രദീപ് എന്ന്
എനിക്കൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണാ വിജയനെക്കുറിച്ച് പറഞ്ഞപ്പോൾ വീണാ വിജയനെക്കുറിച്ച് ഒരു ചുക്കും താങ്കൾക്ക് അറിയത്തില്ല എന്നാണ് എനിക്കുണ്ടായ ഫീലിംഗ്. അത് പിണറായി വിജയൻ പറഞ്ഞത് താങ്കൾക്ക് ഒരു ചുക്കും അറിയത്തില്ല. വീണാ വിജയനെ അറിയണമെങ്കിൽ വീണാ വിജയൻ്റെ അച്ഛനും അമ്മയ്ക്ക് അറിയാം. പിന്നെ കൂടുതൽ അറിയാവുന്ന റിയാസൻ. നമുക്കറിയാത്ത ഒത്തിരി കാര്യങ്ങൾ റിയാസിന് അറിയാമായിരിക്കും. അതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ സ്വപ്ന സുരേഷിന് അറിയാമായിരിക്കും. എന്നാൽ പോലും റിയാസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ. മതേതരത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല. അതിനെതിരായിട്ടുള്ള അക്രമങ്ങളാണ് ഈഴ നേതൃത്വം നടക്കുന്നത്. അപ്പോൾ വീണാ വിജയൻ ഇവിടെ ആരായിരുന്നു? മതേതരത്വ ശക്തികൾക്ക് വേണ്ടി, അതിനെതിരായി വരുന്ന ശക്തികൾക്കെതിരായി പോരാടുന്ന, ആ ശത്രുക്കളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു ദുർഗയുടെ രൂപമായിരുന്നു. സെക്കുലറിസം സംരക്ഷിക്കാൻ വേണ്ടി പോരാടുന്ന ഒരു ദുർഗയുടെ രൂപമായിരുന്നു ആർക്ക്? വീണാ വിജയൻ. അതുകൊണ്ടാണ് സെക്കുലറിസം സംരക്ഷിക്കാനുള്ള ആവേശത്തിലാണ് കടകംപള്ളിയും ഗോവിന്ദനും ശിവൻകുട്ടിയെല്ലാം പാഞ്ഞ് അങ്ങോട്ട് വന്നത്. അതാണ് നമുക്ക് മനസ്സിലാകാത്ത കാര്യം. ഇനി രണ്ടാമത്തത്, പിണറായി വിജയൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഞാനൊരു കസേര എന്ന് വെച്ചാൽ നമ്മൾ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന കസേരയാണെന്ന് അറിയത്തില്ല, ഇരുമ്പ് കസേരയാണോ ഇങ്ങോട്ടും കൊണ്ടുവന്ന. അവിടെ സാർ ഞാനൊന്ന് ഇടപെട്ട് സംസാരിക്കണം. അവിടെ സാറിന് തെറ്റി. CPM-കാരെല്ലാവരും ന്യൂയോർക്കിൽ ആ സ്ക്വയറിൽ പിണറായി വിജയൻ ഇരുന്നത് ഇരുമ്പ് കസേരയല്ല, ഇറിഡിയം കൊണ്ടുണ്ടാക്കിയ കസേരയാണ് എന്നൊരു ഭാഷ്യം ഒന്നുണ്ടായിരുന്നു. വെറും പാട്ട കസേരയായിരുന്നു. അത് ഇറിഡിയം കൊണ്ടുണ്ടാക്കിയ കസേരയായിരുന്നു ഭാഷ്യം. സാർ തുടരാം. ഇനി ആ കസേരയല്ല, നല്ല കസേര തന്നെയായിരിക്കും. ഇവിടെ ആയതുകൊണ്ട് നേരത്തെ ഭരിച്ചതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊള്ളാവുന്ന കസേരയൊക്കെ ചിലപ്പോൾ കിട്ടിക്കാണും. എന്നാൽ പോലും ഇവിടെ പാർട്ടി ഇടപെടുന്ന എന്തിനാണ്? ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ കാണിക്കുന്നുണ്ട്. തൻ്റെ താല്പര്യം, എൻ്റെ വ്യക്തിപരമായ താല്പര്യം പാർട്ടിയുടെ താല്പര്യമായും പാർട്ടിയുടെ താല്പര്യം രാജ്യത്തിൻ്റെ താല്പര്യമായിട്ട് വ്യാഖ്യാനിക്കും. എന്നിട്ടാണ് ഇവരുടെ അഴിമതികളെ എല്ലാം ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഇടപെടുന്നത്. ഒരു പറഞ്ഞു അശുതോഷ് എങ്ങനെ പേര് മറന്നുപോയി, അതുല്യോഷോ മറ്റായിരുന്നു, ബംഗാളിൽ മുഖ്യമന്ത്രിയായിരുന്നു. 20-ാം നൂറ്റാണ്ടിലെ കഥയായിട്ട് തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം ഭയങ്കര അഴിമതിക്കാരനായപ്പോൾ കോൺഗ്രസ്സുകാർ, ഗാന്ധിയന്മാരായ കോൺഗ്രസ്സുകാർ എന്ന് ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഈ അഴിമതി കാണിക്കുന്നത്? ഉടനെ അവരോട് പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് രാജ്യത്തിന് വേണ്ടിയാണ്, ഞാൻ ജോലി ചെയ്യുന്നത് രാജ്യത്തിന് വേണ്ടിയാണ്, ഞാൻ സമ്പാദിക്കുന്നത് രാജ്യത്തിന് വേണ്ടിയായിരിക്കും. അപ്പോൾ ഞാൻ ഈ അഴിമതി കാണിക്കുന്ന പൈസ ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി രാജ്യ താല്പര്യത്തിന് വേണ്ടിയാണ് അഴിമതി കാണിക്കുന്നതെന്ന് വരെ പറഞ്ഞു. അതിനേക്കാൾ ഒരു പടി കൂടി റിയാസ് മുമ്പോട്ട് പോയി സെക്കുലറിസത്തിന് വേണ്ടിയാണ് തൻ്റെ ഭാര്യ ഈ പരിപാടി കൊണ്ട് വരുന്നതെന്ന് പറഞ്ഞു. ഇത്തരം തർക്കങ്ങൾ കൊണ്ട് ജനങ്ങളെ എത്ര ആളെ പറ്റിക്കാൻ പറ്റും? പിണറായി വിജയൻ്റെ ഒരു ഉറപ്പ്, ഇത്തരം അഴിമതികൾ ചെയ്ത നേതാക്കന്മാർ കോൺഗ്രസ്സിലോ UDFിലോ BJPയിലോ ഉണ്ടാകുമെന്നും അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് തൻ്റെ കേസ് സുപ്രീം കോടതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതുപോലെ കേരളത്തിൽ കൈകാര്യം ചെയ്യാമെന്നുള്ളൊരു അമിതമായ ആത്മവിശ്വാസം ഒരുപക്ഷെ പിണറായി വിജയൻ ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുത, ഈ റൈഡിന് ശേഷം പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറയുകയുണ്ടായി, എന്നെ അവരൊരു തരത്തിലും ചോദ്യം ചെയ്തിട്ടില്ല, മകളോട് എന്തൊക്കെ ചോദിക്കുന്നത് കേട്ടു, അല്ലെങ്കിൽ അപ്പുറത്ത് ചോദ്യം ചെയ്യൽ നടക്കണ്ടായി എന്നാണ് പറയുന്നത്. 8.5 മണിക്കൂർ നേരം ചോദ്യം ചെയ്യൽ ഉണ്ടായി, മകളുടെ ബാങ്ക് അക്കൗണ്ട് അവർ ഫ്രീസ് ചെയ്തു എന്നൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പിണറായി വിജയൻ സംസാരിക്കുകയുണ്ടായി. അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിനെയെല്ലാം ചെറുത്ത് തോപ്പിക്കും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അതായത് എന്തിനെല്ലാം ചെറുത്ത് തോപ്പിക്കും? CPM-കാർ പറഞ്ഞത് CPM-നെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഈ റെയ്ഡ് ആസൂത്രിതമായി നടന്നിരിക്കുന്നത്. പിണറായി വിജയൻ എന്ന CPM നേതാവിനെ അല്ലെങ്കിൽ കേരളത്തിലെ CPM-നെ തകർക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ആസൂത്രിതമായ നീക്കം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയെന്നാണ് പറയുന്നത്. ഇവിടെ പിണറായി വിജയൻ തന്നെ പറയുന്നു, എന്നെ അവർ ചോദ്യം ചെയ്തിട്ടില്ല. 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടിലാണ് വീണാ വിജയന് പണം കിട്ടിയിരിക്കുന്നത്, അതിന് GST അടച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തി എന്ന രീതിയിൽ 2 കമ്പനികൾ, CMRL എന്ന കമ്പനി, എക്സാലോജിക് എന്ന കമ്പനി, ഇവർ തമ്മിലുള്ള ഇടപാടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസി വീണാ വിജയന്റെ വീട് റെയ്ഡ് ചെയ്യുമ്പോൾ അവിടെ ഏത് തരത്തിലാണ് CPM-നെ അത് ബാധിക്കുക? CPM അംഗം പോലും, പ്രാഥമിക അംഗത്വം പോലും CPM-ൽ വീണാ വിജയൻ എടുത്തിട്ടില്ല. ഇവിടെയാണ് മറ്റൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ട കാര്യം. കാരണം CPM-ൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന കോടിയേരി
ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ബാലകൃഷ്ണൻ CPM-ന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്നു, പിണറായി വിജയന്റെ വലങ്കൈ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെയുള്ള കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ വീട് തന്നെ തിരുവനന്തപുരത്ത് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ED റെയ്ഡ് വന്നപ്പോൾ ഈ നേതാക്കന്മാരാരും അങ്ങോട്ട് വന്നില്ല. അവരെല്ലാവരും പറഞ്ഞത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, അന്വേഷണ ഏജൻസികളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല, അപ്പോൾ അവരുടെ കയ്യിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ളത് കൊണ്ടായിരിക്കും അവർ റെയ്ഡിന് വന്നിട്ടുണ്ടാവുക എന്നാണ് അന്ന് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അത് നിയമപരമായി പോകട്ടെ, CPM പാർട്ടി അതിൽ ഇടപെടാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. അത് ബിനീഷ് കോടിയേരി CPM മെമ്പർ കൂടിയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യുകയും പിണറായി വിജയന്റെ മകൾക്ക് അനുകൂലമായി കഴിഞ്ഞ ദിവസം ED റെയ്ഡിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നതിന്റെ തൊട്ടടുത്ത ദിവസം ആ മെമ്പർഷിപ്പ് പുനഃസ്ഥാപിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് CPM മെമ്പറായിരുന്ന ബിനീഷ് കോടിയേരിക്ക് വേണ്ടി ഇവരാരും രംഗത്തിറങ്ങാതിരുന്നത്? പിണറായി വിജയന്റെ മകൾ CPM-ൽ മെമ്പർഷിപ്പ് പോലും ഇല്ലായിരുന്നിട്ട് ഇത്തരം ഒരു കേസ് നടക്കുന്ന രണ്ട് കമ്പനികൾ തമ്മിലുള്ള കേസാണെന്ന് പിണറായി വിജയൻ പറയുന്നു. പിണറായി വിജയനെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ പിന്നെ CPM-കാർ എന്തിനാണ് തെരുവിലിറങ്ങി ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്? ഇത് പൊതു സമൂഹത്തോട് പറയാനുള്ള ഒരു മാന്യത, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ, പൊതുജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടന എന്ന രീതിയിൽ അത് പറയാനുള്ള ഉത്തരവാദിത്തം പിണറായി വിജയനില്ലേ, MV ഗോവിന്ദനില്ലേ, ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്കില്ലേ? ഇപ്പൊ ഏതാണ്ട് 25ഓളം പേര് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാണ് എന്നുള്ളതാണ് അറിയുന്നത്. ശേഷിച്ച കാലം എല്ലാവർക്കും തീഹാർ ജയിലിൽ കഴിയേണ്ടതായി വരും എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൃത്യനിർവഹണത്തിൽ തടസ്സപ്പെടുത്തി, അവരെ ഉപദ്രവിച്ചു, അവരുടെ വാഹനം തല്ലിപ്പൊളിച്ചു എന്നൊക്കെയുള്ള ഗുരുതരമായ കുറ്റം, വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകൾ എല്ലാവർക്കും ഇനി തീഹാർ ജയിലിൽ കഴിയുക എന്നുള്ളതാണ്, ജാമ്യം പോലും കിട്ടില്ല എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടി, CPM-കാരിയല്ലാത്ത ഒരു മകൾക്ക് വേണ്ടി എന്തിനാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും മുൻ മന്ത്രിമാരും അടക്കമുള്ള ആളുകൾ തെരുവിൽ സംഘടിച്ച് ഈ ED-യെ ഉപദ്രവിച്ചത് എന്നുള്ളത് പൊതുജനത്തിന്റെ മുന്നിൽ ഇവർ വ്യക്തമാക്കേണ്ട കാര്യം തന്നെയല്ലേ? അല്ല, ഇതിനകത്ത് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വീണ വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് ചെയ്തപ്പോൾ മുഖ്യമന്ത്രി ആക്രമിക്കുന്നതാണെന്നുള്ള ധാരണ വരുത്തി അതിൻ്റെ പുറകെ ഓടി പാഞ്ഞു എന്ന വേട്ടപ്പട്ടികളെ പോലെ പാഞ്ഞു എന്ന ഇവർക്ക് മറ്റൊരു അനുഭവം അറിയാൻ പോവുകയാണ്. മുൻകാലങ്ങളിൽ CPM-ന്റെ ശിക്ഷിക്കപ്പെട്ടാൽ ഒരു വർഷത്തിൽ 365 ദിവസം ഉണ്ട്, 360 ദിവസം പരോളിൽ നടക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. എത്ര പ്രാവശ്യം വേണേൽ പരോൾ കൊടുക്കുമായിരുന്നു, എന്താവശ്യത്തിനും പരോൾ കൊടുക്കുമായിരുന്നു. പക്ഷെ ഇനി വരുന്ന രീതിയിൽ പരോള് കിട്ടാൻ ബുദ്ധിമുട്ട് വരും. അല്ല, ഇപ്പൊ അനുവദിച്ച പരോള് തന്നെ ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തല ഇടപെട്ട് അത് തടഞ്ഞു റദ്ദാക്കി. അപ്പോൾ പരോള് പോലും റദ്ദാക്കുന്ന സമയത്ത് ഇനി വീണ്ടും ഇവരുടെ പ്രതീക്ഷ ശരിക്കും പറഞ്ഞാൽ സതീശൻ്റെ ഗവൺമെൻറ് നിയമപര നടപടിയായിട്ട് ധീരമായിട്ട് മുമ്പോട്ട് പോയാൽ ഇതിനകത്ത് സതീശൻ സ്കോർ ചെയ്യുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഇവിടെ പിടുത്തം മുറുക്കിയാൽ ഈ 16 പേരോ 26 പേരോ അല്ലെ 50 പേരോ പിടുത്തം മുറുക്കുകയോ അവർക്ക് ജാമ്യം കിട്ടാത്തൊരവസ്ഥ വരികയും ചെയ്താൽ CPM-ന് വേണ്ടി മരിക്കാൻ തയ്യാറായി വരുന്ന ആൾക്കാരുടെ എണ്ണം കുറയും. ആർഷോ പോലും കാണിയല്ല, റഹീം ഇടയ്ക്ക് വെച്ച് ഓടിപ്പോയ നമ്മൾ കണ്ടതാണ്. ഇവർക്ക് വേണ്ടി പോരാടാൻ അതുപോലെ മണ്ടന്മാരായിട്ടുള്ള വല്ലവരും ഉണ്ടെങ്കിൽ മാത്രമേ കാണൂ. അല്ല സാർ, ഇപ്പോൾ അത് സാർ പറഞ്ഞ വളരെ സത്യസന്ധമായൊരു വസ്തുതയാണ്. കാരണം ഇപ്പോൾ ഈ വീണ വിജയനെതിരെയുള്ള ഈ ഒരു പ്രചരണ പരിപാടിയിൽ സംബന്ധിക്കാൻ CPM-ന്റെ ആളുകൾ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. അതായത് ED റെയ്ഡിനെ പ്രതിരോധിച്ചുകൊണ്ട് ഇപ്പോൾ സമരപരമ്പരകൾ അരങ്ങേറുന്നു, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് CPM-നെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ സമര പരമ്പരകളിൽ പങ്കെടുക്കാൻ CPM-ന്റെ അണികളില്ല. കാരണം വീണ വിജയന് വേണ്ടി ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങാനില്ല. ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ട ഒരു വസ്തുതയുണ്ട്. വീണ വിജയന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന പറയുമ്പോൾ ഏതാണ്ട് 18 കോടി 19 കോടിയുടെ ഒരു സംഖ്യ അതിൽ നീക്കിയിരിപ്പുണ്ടെന്ന് പറയുമ്പോൾ വീണ വിജയൻ എന്ത് ജോലിയാണ് ചെയ്തിരുന്നത് എക്സാലോജിക് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ഇടപാടാണ്. ഇതിലൂടെ 19 കോടി അവർക്ക് കിട്ടി എന്ന് പറയുമ്പോൾ സാധാരണ അടിസ്ഥാന വർഗത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്ന ഈ തൊഴിലാളി സംഘടനയിൽ തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും ഒന്ന് ചിന്തിക്കണ്ടേ, ഈ പണം എവിടെ നിന്ന് വന്നു, ഈ വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് ഇൻകം, ഇത് അവർ ചിന്തിക്കണ്ടേ? അപ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ ഈ അഴിമതിയിലൂടെ തന്നെ നേടിയതാണ് ഈ പണം എന്നുള്ളൊരു സംശയം ED-ക്കുണ്ട്. അതുകൊണ്ടാണ് ED റെയ്ഡിന് വന്നത് എന്ന് ഇവരെങ്ങനെയാണ് മനസ്സിലാക്കുക? CPM-കാരി അല്ലാത്ത ഒരാൾക്ക് വേണ്ടി എന്തിനാണ് ഇവർ CPM-ന്റെ സകലവിധ സന്നാഹങ്ങളും സംവിധാനങ്ങളും ഉപയോഗിച്ച് തെരുവിലിറങ്ങുന്നത്? ഇനി ഞങ്ങൾ ഇതിനില്ല എന്നുള്ളൊരു രീതി തന്നെയാണ് ഇപ്പോൾ CPM-ലെ പ്രവർത്തകരുടെ അണികളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ്. എന്തായാലും കേന്ദ്ര നേതൃത്വവും ചൂടുമാറിയിരിക്കുന്നു.
വീണാ വിജയനെ ഇനി ഏതെങ്കിലും തരത്തിൽ രക്ഷിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് പിണറായി വിജയൻ പോലും വിശ്വാസമില്ല. തീർച്ചയായും പിണറായി വിജയൻ പ്രതിസന്ധിയിലായിരിക്കുന്നു. വീണാ വിജയൻ തിഹാർ ജയിലിലേക്ക് പോകും എന്നാണ് ഇപ്പോഴത്തെ നിയമവൃത്തങ്ങളുടെ ചില സൂചനകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുത. ഇനി എന്താണ് ഈ കാര്യത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കാത്തിരിക്കുക.